ഗംഗേട്ടനും ശിവനും അങ്ങനെ ബാലേന്ദ്രനുമായിട്ട് മുറിയിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അലീനയെക്കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും ബാലേന്ദ്രൻ അവരോട് പറയുന്നുണ്ട്. അങ്ങനെ മൂന്നുപേരും അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ വൈജ വന്ന് പുറത്ത് നിന്ന് ഒളിഞ്ഞു കേട്ടുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ സ്റ്റാൻലിയെക്കുറിച്ചും സ്റ്റാൻലിയുടെ മകളാണ് അലീനയെന്നും വൈജ പ്രസവിച്ച കുഞ്ഞാണ് അലീനയെന്നും ഒക്കെ കേട്ടുകൊണ്ട് വൈജ പുറത്ത് നിൽക്കുകയാണ്. ഇതെല്ലാം കേട്ടുകൊണ്ട് ആകപ്പാടെ വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ പൊട്ടിക്കരഞ്ഞാണ് കേട്ടോ വൈജ നിൽക്കുന്നത്. ബാലേന്ദ്രൻ ഈ പറയുന്നതൊക്കെ സത്യമാണോ? എന്തൊക്കെയാണ് അയാളെ പറഞ്ഞത്? തൻ്റെ സഹോദരന്മാരും അവരുടെ കൂടെ ഒന്ന് പറയുന്നുണ്ടല്ലോ. അങ്ങനെ ആകപ്പാടെ ടെൻഷനടിച്ച് തൻ്റെ മുറിയിലേക്ക് പോയി കതക് അടയ്ക്കുകയാണ് വൈജ. അങ്ങനെ ബാലേന്ദ്രനുമായിട്ട് അലീനെക്കുറിച്ച് സംസാരിച്ചതിനൊക്കെ ശേഷം ഗംഗേട്ടനും ശിവേട്ടനും കൂടി നേരെ വൈജയുടെ മുറിയിലേക്ക് വരുന്നുണ്ട്. വൈജ കഥ അടച്ചിട്ട് ഭയങ്കരമായിട്ട് പൊട്ടിക്കരയായിരിക്കും. ഇവർ ഡോറ് തുറന്ന് അകത്തേക്ക് കയറി ഡോറ് അകത്തുനിന്ന് അടയ്ക്കുന്നുണ്ട് കേട്ടോ. നീ എന്താ വൈജയെ ഇപ്പം കരയുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് കാണാത്തവർ, അതായത് ഗംഗേട്ടനും ശിവനും പോയി ബാലനോട് സംസാരിക്കാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ യാസി ക്രിയേഷൻസിൽ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. അതിനുശേഷമുള്ളൊരു സ്റ്റോറിയാണ് കേട്ടോ ഇത്. അങ്ങനെ ശിവൻ ചോദിക്കുകയാണ്, നീ എന്താ വൈജെ ഇവിടുന്ന് പൊട്ടിക്കയറുന്നത്? നിനക്ക് എന്താ പറ്റിയത് എന്ന് ചോദിക്കുകയാണ്. ഗംഗേട്ടൻ പറയുന്നുണ്ട്, അതെ എന്തു പറ്റി നിനക്ക്? ഗംഗേട്ടന് ഒന്നും അറിയില്ലേ എന്ന് വൈജി ചോദിക്കുകയാണ്. അല്ല, ഇവിടുന്ന് ഞങ്ങൾ മേളിലേക്ക് കയറിപ്പോയപ്പോൾ നീ ഇവിടുന്ന് പോകും, വാടക വീട്ടിലേക്ക് പോവാണ്, ബാലിനെ എല്ലാവരെയും കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നല്ലോ, പിന്നെ പെട്ടെന്നെന്താ നീ സ്വന്തമായിട്ടൊന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നേ എന്ന് ചോദിക്കുകയാണ്. ശിവേട്ടാ, ഗംഗേട്ടാ, അലീന ആരാ എന്ന് ചോദിക്കുന്നുണ്ട്. അവർ പരസ്പരം മുഖത്തോട് മുഖം നോക്കുകയാണ്. നീ എന്താ അങ്ങനെ ചോദിച്ചത്? നിനക്കറിയാലോ അലീന ഒരു അനാഥ പെൺകുട്ടിയാ. ഇത്രയും കാലം ബാലൻ അവളുടെ അച്ഛനാന്നൊക്കെ പറഞ്ഞു, പക്ഷെ അത് കള്ളാണ്. അവളുടെ അച്ഛൻ അമ്മ ആരാണെന്നൊക്കെ അവൾക്ക് അറിയുള്ളൂ എന്ന് പറയുന്നുണ്ട്. അല്ല, ഞാനിത് വിശ്വസിക്കില്ല. കാരണം നിങ്ങൾ മൂന്നുപേരും സംസാരിക്കുന്നത് ഞാനിപ്പോൾ കേട്ടതാ. നിങ്ങളെ മുറിയുടെ അവിടെ ഞാൻ വന്നിരുന്നു. ബാലനും നിങ്ങളുമായുള്ള സംസാരമൊക്കെ ഞാൻ കേട്ടു. ആ പറഞ്ഞതൊക്കെ സത്യമാണോ? സ്റ്റാൻലി ജോസഫിൻ്റെ വീട്ടിലാണോ ഇപ്പം അലീന ഉള്ളത്? അലീന ഞങ്ങളുടെ രണ്ടുപേരുടെയും മകളാണോ? ഞാൻ പ്രസവിച്ച മകളാണോ അലീന എന്ന് ചോദിക്കുകയാണ്. സഹോദരന്മാർ രണ്ടുപേരും മിണ്ടാട്ടം മുട്ടി അവിടെ നിൽക്കുകയാണ്. അപ്പോൾ വൈജി ചോദിക്കുന്നുണ്ട്, 23 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പ്രസവിച്ച കുഞ്ഞ് മരിച്ചു പോയെന്നല്ലേ അച്ഛനും നിങ്ങളെല്ലാം പറഞ്ഞത്? അപ്പോൾ പിന്നെ അലീന അവൾ എങ്ങനെ വന്നു? അത് ഏത് കുഞ്ഞാ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എൻ്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഗംഗേട്ടൻ പറയാണ്, സത്യങ്ങളെല്ലാം നീ മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി മറച്ചു വെച്ചിട്ട് കാര്യമില്ല. പക്ഷേ ബാലൻ മുകളിൽ നിന്ന് പറഞ്ഞ മറ്റൊരു കാര്യം കൂടി നീ കേട്ട് കാണുമല്ലോ. നീ സത്യങ്ങൾ അറിഞ്ഞു എന്ന് അറിയുന്ന നിമിഷം തന്നെ അയാൾ നിന്നെ ഡിവോഴ്സ് ചെയ്യും, നിന്നെ ഉപേക്ഷിക്കും. പക്ഷേ മക്കളെന്തായാലും അയാളുടെ കൂടെ പോവുള്ളൂ, നീ ഒറ്റപ്പെട്ടു പോകും എന്ന് പറയാണ്. ഗംഗേട്ടാ, ശിവേട്ടാ, എനിക്കറിയണം, സത്യം എന്താണെന്ന് എനിക്കറിയണം. സ്റ്റാൻലിയുടെ വീട്ടിലേക്ക് അവൾ പോയതെന്തിനാ? അലീന എൻ്റെ മകളാണോ? അപ്പോൾ ബാലേന്ദ്രന് എല്ലാം അറിയാവോ? എന്താ സംഭവിക്കുന്നത്? എൻ്റെ ചുറ്റും എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്, നിങ്ങൾ എന്തൊക്കെയോ മറക്കുന്നുണ്ട്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, എൻ്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും വൈജയോട് ഗംഗേട്ടൻ പറയുന്നുണ്ട്, നീ അറിഞ്ഞ ഒരു കാര്യം തെറ്റായിരുന്നു. ഇത്രയും കാലം 22 വർഷമായിട്ട് നീ മനസ്സിൽ കൊണ്ടു നടന്നൊരു കാര്യം അത് തെറ്റായിരുന്നു വൈജെ എന്ന് പറയുന്നുണ്ട്. എന്താ ഗംഗേട്ടാ എന്ന് ചോദിക്കുമ്പോൾ, അന്ന് നീ പ്രസവിച്ച കുഞ്ഞ് മരിച്ചു പോയില്ലായിരുന്നു, അതൊരു പെൺകുട്ടിയായിരുന്നു, നല്ല ആരോഗ്യമുള്ള ഒരു കുഞ്ഞ് എന്ന് പറയുമ്പോഴേക്കും വൈജ അവിടുന്ന് ചാടി എഴുന്നേറ്റ് വന്ന് ഗംഗേട്ടനെ ഷർട്ടിന് കുത്തി പിടിക്കുന്നുണ്ട്. ഗംഗേട്ടൻ എന്താ പറഞ്ഞത്? എൻ്റെ കുഞ്ഞ് മരിച്ചില്ലായിരുന്നെന്നോ? അന്ന് പിന്നെ അച്ഛനും അമ്മാവനും എല്ലാവരും പറഞ്ഞല്ലോ എൻ്റെ കുഞ്ഞ് മരിച്ചു പോയെന്ന്. ഞാൻ അവിടെ കിടന്ന് അലറി വിളിച്ചില്ലേ എൻ്റെ കുഞ്ഞിന് വേണ്ടി? എത്രയോ നാളുകൾ ഞാൻ ഡിപ്രഷനായിട്ട് ഒരേ മുറിക്കകത്ത് അടച്ചുകൂടി ഇരുന്നില്ലേ? ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയിൽ ഞാൻ ജീവിച്ചില്ലേ? എന്നിട്ട് പോലും നിങ്ങൾ ആരും എന്നോട് സത്യം പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. അപ്പം ശിവൻ പറയാണ്, വൈജെ നീ ഗംഗേട്ടനെ വിട്. ഗംഗേട്ടനും ഞാനും രാജീവനും എല്ലാം നിരപരാധികളാ. ഞങ്ങൾക്കും അറിയില്ലായിരുന്നു ഇങ്ങനൊരു കുട്ടി ജീവനോടുണ്ടെന്ന്. ഞങ്ങളും മരണപ്പെട്ടു പോയി തന്നെയാണ് കരുതിയിരുന്നത്. എന്തിന് നിന്റെ അമ്മ പോലും അങ്ങനെ മനസ്സിലാക്കിയത്? പക്ഷേ സത്യം അറിയാവുന്ന രണ്ട് പേർ മാത്രമേ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നുള്ളൂ. നിന്റെ അച്ഛനും അതുപോലെ അമ്മാവനും. അച്ഛനും അമ്മാവനും കൂടി പ്ലാൻ ചെയ്താണ് ഈ ഒരു കാര്യം നടപ്പിലാക്കിയത്. നിന്റെ ഭാവി ജീവിതത്തിന് ആ കുഞ്ഞ് തടസ്സമാവരുതെന്ന് കരുതിക്കൊണ്ട് അച്ഛനാ അങ്ങനെ ഒരു ചതി ചെയ്തത്.
വർഷങ്ങൾക്കിപ്പുറം 23 വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് എന്ന് പറയുമ്പം വൈജി ചോദിക്കുകയാണ്, അന്ന് മരണപ്പെട്ടു പോയില്ല, എൻ്റെ കുഞ്ഞുണ്ടെന്നുള്ള ശരിയൊക്കെ തന്നെ. അങ്ങനെയാണെങ്കിൽ അലീന അങ്ങനെ എൻ്റെ മകളാകും? അവൾ അങ്ങനെയാ എൻ്റെ മകളായത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ശിവൻ പറയുന്നുണ്ട്, 23 വർഷങ്ങൾക്ക് മുമ്പ് നീ ആ കുഞ്ഞിനെ പ്രസവിച്ചപ്പോൾ തന്നെ നിന്റെ അച്ഛനും അതുപോലെ അമ്മാവനും പിന്നെ അവധക്കുട്ടി എന്ന് പറഞ്ഞ ആളുണ്ട്, അയാളെ നിനക്കറിയായിരിക്കും, സ്റ്റാൻലി ജോസഫിൻ്റെ അച്ഛനാ. 3 പേരും കൂടി തീരുമാനിച്ച് അവളെ ഏതെങ്കിലും അനാഥാലയത്തിലേക്ക് ആക്കാൻ തീരുമാനിച്ചു. അങ്ങനെ സ്നേഹനികേതം എന്ന പ്രജിത്തമ്മമ്മി എന്ന് പറയുന്ന അലിനെ എപ്പോഴും പറയുകയും ആരാധിക്കുകയും ചെയ്യുന്ന ആ സ്ത്രീയുണ്ടല്ലോ, അവർ അനാഥ മന്ദിരത്തിലേക്ക് അലിനെ കൊണ്ടാക്കുന്നത്. അവരിരു കൈ നീട്ടി ആ കുഞ്ഞുമാവയെ സ്വീകരിക്കായിരുന്നു. അങ്ങനെ അവരാ പൊന്നുപോലെ അലീനയെ വളർത്തിയത്. 23 വർഷവും അവൾക്കറിയില്ലായിരുന്നു അവളുടെ അമ്മ ആരാ അച്ഛൻ ആരാണെന്ന്. പക്ഷേ മരിക്കാൻ സമയത്താണ് അവളെ സുരക്ഷിതമായ കൈകളിൽ ഏൽപ്പിക്കണമെന്ന് കരുതിയിട്ട് ആ പ്രജിത്താമമ്മി നമ്മുടെ അച്ഛനെ കാണാൻ വന്നത്. നീ ഓർക്കുന്നുണ്ടോ? അന്ന് കോട്ടയത്തുനിന്ന് നമ്മുടെ അച്ഛനെ കാണാൻ വേണ്ടി അവർ വന്നതും സുഖമില്ലാഞ്ഞ അച്ഛൻ അവരെ കാണാൻ തിരികെ പോയതും പിന്നാലെ അലീനെ കൊണ്ടുവരണമെന്ന് മനുവിനെ ഏൽപ്പിച്ചതൊക്കെ നീ മറന്നുപോയോ എന്ന് ചോദിക്കാണ്. മനുവിനെ ബാലനെ കൂട്ടിയാണ് അന്ന് പോയത് അവളെ കൂട്ടാനായിട്ട്. കൊല്ലപ്പള്ളിയിലെ മുത്തശ്ശിയെ ശുശ്രൂഷിക്കാൻ വേണ്ടിയല്ലേ അങ്ങനെ അവളെ കൊണ്ടുവന്നത്? അതെല്ലാം അച്ഛനൊരു കളിയായിരുന്നു എന്ന് ശിവൻ പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പറഞ്ഞൊക്കെ സത്യമാണോ? അലീന എൻ്റെ സ്വന്തം മകളാണോ എന്ന് ചോദിക്കുമ്പം അതേ വൈജയ്, അലീന നിന്റെ സ്വന്തം ചോരയാ, നീ പ്രസവിച്ച് നിന്റെ കുഞ്ഞാ എന്ന് പറയുമ്പോഴേക്കും മുഖം പൊത്തിപ്പിടിച്ച് അവൾ പൊട്ടിക്കരയുന്നുണ്ട്. ഇത്രയും കാലം ഞാൻ അവളെയാണോ ദ്രോഹിച്ചത്? അവളെയാണോ അനാവശ്യമൊക്കെ പറഞ്ഞത്? ബാലനെ ചേർത്ത് ഞാൻ എന്തുമാത്രം അനാവശ്യം പറഞ്ഞു? അവളെ ഞാൻ ഒരുപാട് നോവിച്ചു. അവളെ ഞാൻ എന്തൊക്കെ ക്രൂരതകളാണ് ചെയ്തത്? നിങ്ങൾ തന്നെ എൻ്റെ മോളെ തട്ടിക്കൊണ്ടുപോകാൻ നോക്കിയില്ലേ എന്ന് പറയുമ്പം ശിവൻ പറയാണ്, അതെ, അന്നാണ് ഞങ്ങൾ പോലും അറിയുന്നത് നിന്റെ മകളാണ് അലീന എന്നുള്ള കാര്യം. ഗംഗേട്ടന് നേരത്തെ അറിയായിരുന്നു, പക്ഷെ ഗംഗേട്ടൻ ഞങ്ങളോടൊന്നും പറഞ്ഞില്ല. അതിനുശേഷം ആ തട്ടിക്കൊണ്ടുപോകൽ സംഭവത്തിന് സമയത്താണ് ഗംഗേട്ടൻ വന്ന് ഞങ്ങളോട് പറയുന്നത് അലീന നിന്റെ സ്വന്തം മോളാണെന്ന്. അങ്ങനെയാണ് ആ സമയത്ത് ഞങ്ങൾ അവളെ രക്ഷപ്പെടുത്തിയത് എന്ന് പറയുന്നുണ്ട്. അല്ല, അപ്പോൾ ബാലേന്ദ്രൻ എപ്പോഴാണ് ഈ സംഭവങ്ങളെല്ലാം അറിഞ്ഞത്? ഒത്തിരി നാളായോ ഇതെല്ലാം അറിഞ്ഞിട്ട് എന്ന് ചോദിക്കാണ്. അലീന കൊല്ലപ്പള്ളിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് മാറി താമസിച്ചല്ലോ. അതിനുശേഷം മുത്തശ്ശിയുടെ ഫോണിൽ നിന്നായിരുന്നു രേവതിക്കുട്ടിയായിട്ട് രണ്ടുപേരുടെ ചാറ്റിംഗ് എല്ലാം. മുത്തശ്ശിയുടെ ഫോണിൽ അതെല്ലാം റെക്കോർഡിംഗ് ആയിരുന്നു എന്ന് അലീനയ്ക്ക് അറിയില്ലായിരുന്നു. ഒരു ദിവസം എന്തോ ആവശ്യത്തിനായിട്ട് ബാലൻ ആ ഫോൺ എടുത്ത സമയത്ത് അതിൽ നിന്നും ഇവർ റെക്കോർഡിങ്സ് കേൾക്കുമായിരുന്നു. അങ്ങനെയാ നിന്റെ മകളാണ് അലീനയെന്ന് ബാലൻ മനസ്സിലാക്കിയത്. അത് സത്യമാണെന്നറിയാനായിട്ടാ അദ്ദേഹം വന്ന് നീലഗിരിക്ക് എന്നെ കാണാനായിട്ട് വന്നത് എന്ന് അദ്ദേഹം ഗംഗേട്ടൻ പറയാണ്. അയാൾ അന്നവിടെ വന്നു. അവിടെ അവളും ഉണ്ടായിരുന്നു, എൻ്റെ ഭാര്യ. ഞങ്ങൾ രണ്ടുപേരോടും എല്ലാം ചോദിച്ചു. അയാളന്ന് ഭ്രാന്ത് പിടിച്ച ഒരവസ്ഥയിലായിരുന്നു. അപ്പോൾ സത്യം എനിക്ക് പറയേണ്ടി വന്നു, കാരണം തെളിവുകൾ സഹിതമാണ് അയാൾ വന്നത്. എല്ലാം എന്നെ കേൾപ്പിച്ചു. പിന്നെ എനിക്ക് മറുപടി ഒന്നും പറയാനില്ലായിരുന്നു. അതെ, നിനക്കന്ന് പണ്ട് അങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചിട്ടുണ്ടെന്നും സ്റ്റാൻലി എന്ന് പറഞ്ഞ ഒരാളായിരുന്നു നിനക്ക് കാരണക്കാരനെന്നും ആ കുഞ്ഞ് മരിച്ചു പോയെന്നും പറഞ്ഞാണ് നീ വിവാഹം കഴിച്ചെന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ബാലനോട് പറഞ്ഞു. അപ്പോഴാ അയാൾ പറയുന്നത് ആ കുട്ടി മരിച്ചു പോയിട്ടില്ല, അലീനയാണെന്ന്. അത് കേട്ടപ്പം എനിക്ക് വലിയ ഷോക്കൊന്നും തോന്നിയില്ല. ആദ്യമായി അലീനയെ കാണാൻ ഞാൻ ഈ വീട്ടിലേക്ക് വന്നപ്പോൾ തന്നെ എനിക്കെന്തോ എൻ്റെ മനസ്സിൽ അവള് എനിക്കേറെ പ്രിയപ്പെട്ടവളാണെന്നും നിന്റെ മോളാണെന്നൊക്കെയുള്ള സംശയം തോന്നിയിരുന്നു. ഞാനത് എൻ്റെ വൈഫിനോടും പറഞ്ഞു. അവസാനം ഇത് സത്യാവസ്ഥ എന്താണെന്ന് ഞാൻ അറിയുകയും ചെയ്തു എന്ന് ഗംഗേട്ടൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ അന്നേ അറിഞ്ഞോ? അതെ, ബാലൻ അന്നേ അറിഞ്ഞു. അതിനുശേഷമാണ് തിരിച്ചു വന്ന് ഇവിടെ കുറേ അക്രമമൊക്കെ ഉണ്ടാക്കിയതും അയാൾക്ക് അറ്റാക്ക് വന്ന് താഴെ പോയതും നീ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അന്നും അലീന അയാളെ കോരിയെടുത്ത് ഹോസ്പിറ്റലാക്കി അയാളെ പൊന്നുപോലെ നോക്കി. ഒന്ന് ആലോചിച്ച് നോക്ക്, നിന്റെ അവിഹിത ബന്ധത്തിൽ ജനിച്ച മകളാണ് അലീന. ആ മകളെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് അയാൾ ഇത്രയൊക്കെ കാണിച്ചു കൂട്ടുന്നത്. അയാൾ അത്രയധികം അവളെ സ്നേഹിക്കുന്നുണ്ട്. ആ കുട്ടീനെ അയാൾക്ക് അത്രയധികം ഇഷ്ടമാണ്. പക്ഷെ നിന്നോടിപ്പോൾ അയാൾക്ക് തീർത്തിരത്ത പകയും വെറുപ്പുവാ നീ മറച്ചു വെച്ചതുകൊണ്ട്. നീ സത്യങ്ങളെല്ലാം അയാളുടെ നേരെ തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ എല്ലാം അതോടുകൂടി അവസാനിച്ചേനെ. പക്ഷെ അയാൾ കണ്ടുപിടിച്ചതുകൊണ്ടാണ് അയാൾക്ക് ഇത്രയും ദേഷ്യം. അതുമാത്രമല്ല, നീ നല്ലൊരു ഭാര്യയായിട്ടോ നല്ലൊരു അമ്മയായിട്ടോ ഒന്നും അയാളുടെ അടുത്ത് ഇടപഴകാറില്ല.
വീടും നോക്കാറില്ല, എപ്പോഴും അഹംഭാവവും പുച്ഛവും അഹങ്കാരവും മാത്രം. അതുകൊണ്ടാണ് അയാൾക്കതുകൊണ്ട് ഇത്രയധികം ദേഷ്യം. ഒരിക്കലും നീ നന്നാവില്ലെന്നാ അയാളെ പറഞ്ഞത്. നീ അറിഞ്ഞെന്നെങ്ങാണം ബാലനറിഞ്ഞ അതോടെ എല്ലാം അവസാനിച്ചു. അയാൾ അപ്പോൾ തന്നെ ഡിവോഴ്സിന് നീങ്ങും. ഡിവോഴ്സിന് നീങ്ങിയ ശേഷം നിന്നെ അയാൾ നാണം കെടുത്തും. അങ്ങനെ നിന്നെ വീട്ടിൽ കൊണ്ടാക്കും. നീ ഇപ്പോൾ വാടക വീട്ടിൽ പോയെന്ന് പറഞ്ഞാലും നിന്റെ മക്കൾ പോലും നിന്റെ കൂടെ കാണില്ല. എന്തിന് അലീന പോലും തിരികെ വരില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവളോടൊന്ന് പൊട്ടിക്കരയാണ്. എങ്കിലും അച്ഛനോട് ഈ ചതി എന്തിനാ ചെയ്തത്? അങ്ങനെ ഒരു കുഞ്ഞുണ്ടെന്ന് അറിയാമെങ്കിൽ ഞാൻ ആ കുഞ്ഞിനെ വളർത്തി ശിഷ്ടകാലം സന്തോഷമായിട്ട് ജീവിച്ചേനെ. എൻ്റെ മോള് ഒരു അനാഥലത്തിൽ പോയിട്ട് ആരുമില്ലാത്ത പോലെയുള്ള വളർന്നല്ലോ ഈശ്വര എന്നും പറഞ്ഞുകൊണ്ട് കരയാണ്. അവിടെ അവൾക്ക് സുഖമായിരുന്നു. ആ മമ്മി അവളെ പൊന്നുപോലെ നോക്കിയത്. അല്ല, ഞാൻ കേട്ടിട്ടുണ്ട് അവളെ പൊന്നുപോലെയൊക്കെ ആയിരിക്കും. സാമ്പത്തിക കുറവുകൊണ്ട് അവൾ പല വീടുകളുടെയും വാതിക്ക് പോയി ഭക്ഷണത്തിനും അതുപോലെ പൈസയ്ക്കും തുണിക്കൊക്കെ വേണ്ടി നിന്നിട്ടുണ്ടെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇത്രയും കോടീശ്വരന്മാരായ നമ്മൾ, ഇഷ്ടം പോലെ കാശും പണവും പ്രതാപവും എല്ലാം ഉണ്ട്. എന്നിട്ടും ഞാൻ പ്രസവിച്ച എൻ്റെ കുഞ്ഞ് കണ്ടവരുടെ കയ്യിൽ പോയി കണ്ടവരുടെ മുമ്പിൽ പോയി കൈനീട്ടെന്ന് പറയുമ്പോൾ എൻ്റെ ഉള്ളു പെടയാ, എൻ്റെ ചങ്ക് പൊട്ടുക. ഗംഗേട്ടാ, എത്ര ഒരു മുലപ്പാൽ രുചി പോലും എൻ്റെ കുഞ്ഞ് അറിഞ്ഞിട്ടില്ല. പ്രസവിച്ചപ്പോൾ തന്നെ മരിച്ചു പോയെന്നല്ലേ എൻ്റെ അച്ഛൻ പറഞ്ഞത്. അതിനുശേഷം ഞാൻ എന്തുമാത്രം വേദന സഹിച്ചു എന്ന് നിങ്ങൾക്കറിയോ? ഓരോ രാത്രിയും ഓരോ കുഞ്ഞുങ്ങളുടെ മുഖമായിരുന്നു എൻ്റെ മനസ്സിൽ. അവർക്ക് പാലൂട്ടുന്ന പോലുള്ള സ്വപ്നങ്ങളായിരുന്നു എൻ്റെ മനസ്സിൽ നിറയെ. ആ കുഞ്ഞ് പാല് കുടിക്കാതെ സ്വന്തം അമ്മ ആരാണെന്നറിയാതെ അമ്മയുടെ ചൂട് പറ്റാതെ ജീവിച്ചില്ലേ ഇത്രയും കാലം എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും മിങ്ങിപ്പൊട്ടി കരയുന്നുണ്ട്. അലീന എൻ്റെ മോള്, അവളെ കാണുകയാണെങ്കിൽ ഒന്നെനിക്ക് കെട്ടിപ്പിടിക്കണം, ഒന്ന് വാരി പുണരണം. 22 വർഷക്കാലം ഞാൻ കൊടുക്കാത്ത സ്നേഹമെല്ലാം എനിക്ക് ഒരുമിച്ച് അവർക്ക് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലറി വിളിച്ച് കരയാണ്. ശിവൻ പറയുന്നുണ്ട്, വൈജയ് നീ മിണ്ടാതിരിക്ക്, ബാലനെങ്ങാണം കേട്ടാലേ അത് മതി. അയാൾ നീ അറിഞ്ഞെന്ന് അറിഞ്ഞാൽ വലിയ വിഷയമാകും. അതുകൊണ്ട് നീ അറിഞ്ഞുവെന്ന് ഒരു കാരണവശാലും അയാൾ അറിയാൻ പാടില്ല. പിന്നെ സ്റ്റാൻലി ജോസഫ് അയാളെ ഗംഗേറിനടുത്തേക്ക് വന്ന് അഡ്രസ്സ് ചോദിച്ച് അയാൾ തപ്പി കണ്ടുപിടിക്കുകയായിരുന്നു. അങ്ങനെ സ്റ്റാൻലിയുടെ അടുത്തേക്ക് പോയിട്ട് സ്റ്റാൻലിയുടെയും നിൻ്റെയും കുഞ്ഞാണ് മരിച്ചു പോയിട്ടില്ലെന്നൊക്കെ അയാൾ പറഞ്ഞാണ് അലീനെ അങ്ങോട്ടുണ്ടാക്കിയത്. ഇപ്പോൾ അലീനയ്ക്ക് അവിടെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. എങ്കിലും അയാൾ ഒരു മൊറടനാണല്ലോ, അതിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ എന്നവർ പറയുന്നുണ്ട്. എങ്കിലും ഒടുക്കം അവളുടെ അച്ഛനെയും കണ്ടെത്തിയല്ലേ. അവളുടെ അമ്മയും കണ്ടു, അച്ഛനെയും കണ്ടു. പക്ഷെ അവൾക്ക് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും മാത്രം ആരുമില്ല ഗംഗേട്ട എന്നും പറഞ്ഞുകൊണ്ട് വൈജയ് വീണ്ടും പൊട്ടി കരയുന്നുണ്ട്. വൈജയ്, ഇതൊക്കെ വിധിയാണെന്ന് കരുതിയാൽ മതി. എന്ത് ചെയ്യാനാ? അച്ഛനും കാണിച്ച ചതിയല്ലേ. അതിനിപ്പോൾ നമുക്കെന്ത് ചെയ്യാനാവും? അച്ഛനും അമ്മാവനും കൂടി നമ്മളെല്ലാവരും ചതിക്കായിരുന്നു. മുത്തശ്ശി നമ്മുടെ അമ്മയോട് പോലും ഈ സത്യങ്ങളൊന്നും അച്ഛൻ പറഞ്ഞിട്ടില്ല. അവസാന നിമിഷം എന്നോട് പറയാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ അത് നമ്മൾ മനസ്സിലാക്കി കാണില്ല. എന്തായാലും സേഫായിട്ട് അലീനെ ഇവിടെ കൊണ്ട് ഏൽപ്പിച്ചിട്ടല്ലേ അച്ഛൻ പോയത്. നിന്റെ അഹങ്കാരം കൊണ്ടല്ലേ അവൾ പുറത്തായത് എന്ന് പറയുമ്പോൾ എൻ്റെ മകളാണെന്ന് അറിഞ്ഞെന്നല്ലേ ഞങ്ങളെ പറഞ്ഞയക്കായിരുന്നോ എന്ന് ചോദിക്കാണ്. ആ സ്റ്റാൻലിയുടെ അയാളുടെ അടുത്ത് എന്തിനാ എൻ്റെ മോളെ കൊണ്ട് ഏൽപ്പിച്ചത്? അയാൾ കാരണമല്ലേ ഞാൻ അനുഭവിച്ചത് മൊത്തം. എൻ്റെ മോളെ എന്നെ ഉപേക്ഷിച്ച് അയാളല്ലേ കടന്നു പൊളഞ്ഞു പോയത്. അതുകൊണ്ടല്ലേ ഇതൊക്കെ അനുഭവിക്കേണ്ടി വന്നത്. അല്ലെങ്കിൽ ആ കുഞ്ഞിനെ വളർത്തി സന്തോഷമായിട്ട് ഞാൻ ജീവിച്ചേനെ, ആർക്കൊരു ശല്യം ഉണ്ടാക്കാതെ എന്നൊക്കെ വൈജയ് പറയുമ്പോൾ ഗംഗേട്ടൻ പറയാണ്, ഇനിയെങ്കിലും നീ ആ സത്യം അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ആ കാര്യം നിന്നോട് പറയാം. മറ്റൊരു കാര്യം കൂടി, നമ്മുടെ അച്ഛനും അമ്മാവനും അവധക്കുട്ടി എല്ലാം കൂടി നമ്മളടുത്ത് മറച്ചു വെച്ചു. അവധക്കുട്ടി ആരാണെന്ന് നിനക്കറിയാലോ, സ്റ്റാൻലിയുടെ അപ്പനാ. അതുപോലെ നമ്മുടെ അച്ഛനും രണ്ടുപേരും ഭയങ്കരമായി ജാതിയും മതമൊക്കെ നോക്കുന്നവരായിരുന്നല്ലോ. അവരാണെങ്കിലോ ഒന്നാതിനെ പേര് കേട്ട ക്രിസ്ത്യാനികൾ, നമ്മളാണെങ്കിലോ ഹിന്ദുക്കൾ. രണ്ടുപേരും തമ്മിൽ ഒട്ടും ചേരില്ല എന്ന് പറഞ്ഞുകൊണ്ട് അപ്പന്മാർ തമ്മിൽ ഒരു തീരുമാനം എടുത്തു. 7-ാം മാസം നിന്റെ അടുത്ത് വന്ന് സ്റ്റാൻലി പോയത് അവൻ്റെ വീട്ടിലേക്ക് തന്നെയാണ്. വേറൊന്നിനു വേണ്ടിയല്ല, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ എടുത്ത് നിങ്ങൾക്ക് വിവാഹം കഴിക്കാനായിട്ട്. അല്ലാതെ അവൻ നിന്നെ ചതിച്ചിട്ട് പോയതല്ല. എന്നാൽ വഴിയിൽ വെച്ച് അവനൊരു ആക്സിഡന്റ് ഉണ്ടായി. ആ ആക്സിഡന്റിൽ അവൻ കോമ സ്റ്റേജിലായി. 6 മാസക്കാലം അവൻ കോമയിലായിരുന്നു. ആരും പറഞ്ഞതൊന്ന് കേൾക്കാൻ പോലും അവന് പറ്റില്ലായിരുന്നു. എഴുന്നേറ്റ് നടക്കാനോ സ്വന്തം കാര്യം നോക്കാനോ ഒന്നും പറ്റില്ല. ഒരേ കിടപ്പ് തന്നെ, ഓർമ്മ പോലും ഇല്ലാതെ കോമ സ്റ്റേജിൽ 6 മാസം അവൻ കിടന്നു. ഈ സമയം നമ്മുടെ അച്ഛനും അവരുടെ അച്ഛനും കൂടി എല്ലാം പ്ലാൻ ചെയ്ത് തീരുമാനിക്കുകയായിരുന്നു.
അങ്ങനെ നിന്നോട് വന്നിട്ട് സ്റ്റാൻലിയുടെ വിവാഹം കഴിഞ്ഞെന്നും വേറെ പെണ്ണിനെ വിവാഹം കഴിച്ചു എന്നൊക്കെ അവർ പറയുന്നത്. അങ്ങനെ നിനക്കുണ്ടായ കുഞ്ഞും മരിച്ചുപോയെന്ന് പറഞ്ഞ് സ്റ്റാൻലിയുമായുള്ള എല്ലാ ബന്ധം അവസാനിപ്പിക്കാനായിരുന്നു അവരുടെ തീരുമാനം. അങ്ങനെ നീയും അത് വിശ്വസിച്ച് ഡിപ്രഷനിലായി, വല്ലാത്ത മാനസികാവസ്ഥയിലായി നീ ഒരു മുറിക്കകത്ത് അടഞ്ഞുകൂടിയെന്നെല്ലാം ഞാൻ ഓർക്കുന്നുണ്ട്. എന്നാൽ സ്റ്റാൻലി 6 മാസത്തിന് ശേഷം അവൻ കോമയിൽ ഉടന്ന സമയത്ത് അവൻ്റെ അനിയനെ കെട്ടൊക്കെ അന്വേഷിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ആ സമയത്ത് നിന്റെ ബാലേന്ദ്രനുമായിട്ടുള്ള വിവാഹം നമ്മുടെ അച്ഛൻ നടത്തുകയും ചെയ്തു. അതായിരുന്നു സത്യം എന്ന് പറയുന്നുണ്ട്. അവൻ വീണ്ടും നേരിട്ടൊന്ന് അന്വേഷിച്ചു, കുഞ്ഞെവിടെ, നീ എവിടെ എന്നൊക്കെ. എന്നാൽ ആ സമയം നീ മറ്റൊരു ജീവിതത്തിലേക്ക് കടന്നു. നീ വേറൊരാളുടെ ഭാര്യയായി. കുഞ്ഞ് മരിച്ചുപോയി എന്നൊക്കെ അറിഞ്ഞ് സ്റ്റാൻലിയും ഒരുപാട് തകർന്നു പോയിരുന്നു. എന്നാൽ ആ തകർച്ചെന്നൊക്കെ വീണ്ടെടുത്ത് അയാൾ വേറെ പെൺകുട്ടി വിവാഹം കഴിച്ചു. ഇന്ന് അയാൾക്കും 3 കുട്ടികളും ഭാര്യയും എല്ലാം ഉണ്ട് എന്നൊക്കെ പറയാണ്. ഇതെല്ലാം കേട്ട് ആകെപ്പാടെ ഞെട്ടി വിറച്ചിരിക്കുകയാണ് വൈജ. കഴിഞ്ഞ 22 വർഷക്കാലമായിട്ട് സ്റ്റാൻലി തന്നെ ചതിച്ച് കളഞ്ഞതാണെന്നാണല്ലോ വൈജ കരുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ തൻ്റെ കുഞ്ഞും മരിച്ചുപോയെന്ന് കരുതിയിരിക്കുകയായിരുന്നു. എന്നാൽ 23 വർഷങ്ങൾക്ക് ശേഷം എല്ലാം മറന്നേക്ക് പുറത്തു വരികയാണ്. തൻ്റെ അച്ഛനാണ് തന്നെ ചതിച്ചത്, സ്റ്റാൻലി തന്നെ ചതിച്ചിട്ടില്ല. സ്റ്റാൻലിക്ക് അപകടം പറ്റി അയാളൊരു ആക്സിഡന്റ് ആയി അവിടെ കിടന്നതാ. ആ സമയത്ത് അച്ഛനും അയാളുടെ അച്ഛനും ഒക്കെ ചേർന്നുകൊണ്ട് തന്നെ ചതിച്ച് തൻ്റെ കുഞ്ഞ് മരിച്ചുപോയെന്നും പറഞ്ഞ് തന്നെ കൊണ്ട് മറ്റൊരു വിവാഹം കഴിപ്പിച്ചു. ഉറക്കം വളർന്ന സ്റ്റാൻലിയും താൻ ചതിച്ചു എന്നല്ലേ കരുതിയത് എന്നൊക്കെ ഓർത്തുകൊണ്ട് അവളോട് നിന്ന് വിങ്ങിപ്പൊട്ടി കരയുന്നുണ്ട്. എങ്കിലും അലീന വന്നപ്പോഴെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും അലീന എൻ്റെ മകളാണെന്ന് ഒന്ന് പറഞ്ഞുകൂടായിരുന്നോ? സത്യം അറിഞ്ഞപ്പോഴെങ്കിലും എന്നോടൊന്ന് അറിയിച്ചുകൂടായിരുന്നോ? എങ്കിൽ ഈ പ്രശ്നം ഇത്രയ്ക്ക് വഷളാവുമായിരുന്നോ? എൻ്റെ മോള് എൻ്റെ കൂടെ തന്നെ ഇരിക്കുമായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ അവളിപ്പോഴും അവളുടെ അച്ഛൻ്റെ കൂടെയാ, ഒരു കുഴപ്പമില്ല, എപ്പോൾ വേണമെങ്കിലും അവൾ തിരികെ വരും. നീ മനസ്സറിഞ്ഞ് അവളെ സ്നേഹിക്കാൻ തുടങ്ങിയ അവൾ അപ്പോൾ തന്നെ വരും. പക്ഷേ ബാലേന്ദ്രന് ഒരു സംശയം തോന്നാൻ പാടില്ല. നീ സത്യങ്ങളെല്ലാം അറിഞ്ഞത് ബാലനറിഞ്ഞാലേ അതോടുകൂടി എല്ലാം അവസാനിച്ചു. അപ്പോൾ തന്നെ അയാൾ നിന്നെ ഉപേക്ഷിക്കും. നീയും നിന്റെ മക്കളും എല്ലാം പല വഴിക്കായി പോകും. അലീന നീ സ്വീകരിച്ചെന്ന് പറഞ്ഞാലും അലീനയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ബാലേന്ദ്രനാ. കാരണം നീ അവളെ ചേർത്ത് പിടിക്കാത്തപ്പോഴും ബാലനാണ് അവളെ ചേർത്ത് പിടിച്ചതും അവൾക്ക് നല്ലൊരു ഷെൽട്ടർ ഉണ്ടാക്കാൻ വേണ്ടി അയാളാ ഓടി നടന്നതും. അതുകൊണ്ട് ഒരിക്കലും അയാളെ ഇട്ടിട്ട് അവൾ വരില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഞാൻ പ്രസവിച്ച എൻ്റെ കുഞ്ഞ് അലീന, എനിക്കവളെ കാണണം ഗംഗേട്ടാ, എനിക്ക് കാണണം അവളെ വാരി പുണരണം, കെട്ടിപ്പിടിക്കണം, ഉമ്മ കൊടുക്കണം, അവളെ എൻ്റെ മാറോട് ചേർത്ത് പിടിച്ച് എനിക്ക് കിടത്തി ഉറക്കണം ഗംഗേട്ടാ എന്നൊക്കെ പറയുന്നുണ്ട്. വൈജേ, നീ ആവേശം കാണിക്കാതെ, നീ ഇങ്ങനൊന്നും കാണിക്കുന്നെന്ന് പറഞ്ഞതൊന്നും ബാലൻ കേട്ടാ എന്ത് വിഷയമാവെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? നിന്റെ മക്കളറിഞ്ഞാലോ ഒന്ന് അവസ്ഥ ആലോചിച്ച് നോക്കിക്കേ. അതുകൊണ്ട് നീ ഇപ്പോൾ തൽക്കാലം ഒന്നും അറിഞ്ഞ ഭാവം നടിക്കണ്ട. ബാലനറിഞ്ഞാലും വിഷയമാകും, മക്കളറിഞ്ഞാലും വിഷയമാകും. നിന്റെ മനസ്സിൽ നീ അതൊക്കെ അടക്കി വെക്ക്. എന്നിട്ട് നീ ബാക്കി മക്കളെയൊക്കെ പൊന്നുപോലെ സ്നേഹിക്ക്. അതുപോലെ തന്നെ ബാലനെ നീ എങ്ങനെയെങ്കിലും നീ സ്നേഹിച്ച് വശപ്പെടുത്താൻ ശ്രമിക്ക്. നിന്റെ ദേഷ്യവും വാശിയും അഹങ്കാരവും പുച്ഛവും എല്ലാം കളഞ്ഞ് എങ്ങനെയെങ്കിലും നീ ബാലനെ സ്നേഹിക്ക്. ആ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടുമ്പോൾ അയാൾ തന്നെ സത്യങ്ങൾ നിന്നോട് പറയും. അങ്ങനെ അലിനെ വിളിച്ചുകൊണ്ട് വരാനും അയാൾ തയ്യാറാവും. അതല്ലാതെ വേറെ വഴിയൊന്നും ഞങ്ങൾ നോക്കിയിട്ട് കാണുന്നില്ല. നീ പലപ്പോഴും ചോദിച്ചല്ലോ അലിനോടും ബാലിനോടും ഞങ്ങൾ എന്താ ഇത്ര സോഫ്റ്റ് കോർണർ കാണിക്കുന്നേ, ഇത്ര അടുപ്പം കാണിക്കുന്നതെന്ന്. ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ എന്തുകൊണ്ടാണെന്ന്? അതുകൊണ്ടാ എന്ന് പറയാണ്. ഈ വിവരം ആർക്കൊക്കെ അറിയാം കേട്ടാ എന്ന് ചോദിക്കുമ്പം ഞങ്ങൾക്ക് 3 പേർക്കും അറിയാം, പിന്നെ അമ്മയ്ക്കറിയാം, മനുവിന്, അതുപോലെ പിന്നെ രേവതിക്കുട്ടിയും അവിടെ ഉള്ള 2 പേരില്ലേ അവർക്കും അറിയാം. പിന്നെ അറിയാവുന്നത് കൃഷ്ണമോക്കോ എൻ്റെ കാര്യങ്ങളെല്ലാം അവക്കറിയോ? അവക്കറിയാം. അന്ന് ഇവിടുന്ന് എല്ലാവരും കൂടി ആ പെണ്ണെ ഇറക്കി വിട്ടില്ലേ? ആ സമയത്ത് ബാലേന്ദ്രൻ കൃഷ്ണമോളൻ കുട്ടിയായിരുന്നല്ലോ റിസോർട്ടിലേക്ക് പോയത്. അവിടെ വെച്ച് അയാൾക്ക് സത്യങ്ങൾ പറയേണ്ടി വന്നു. കാരണം തൻ്റെ മകളെങ്കിലും തന്നെ തെറ്റിദ്ധരിക്കാൻ പാടില്ലെന്ന് അയാൾക്ക് ഉറപ്പുണ്ടായിരുന്നു. ഒരു റിസോർട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ ഏത് കുട്ടിയാണെങ്കിലും തെറ്റിദ്ധരിക്കുമല്ലോ. അതുകൊണ്ടാ അയാൾ സത്യങ്ങളെല്ലാം അവളോട് പറഞ്ഞത് എന്ന് പറയുന്നതിന് കേട്ടോ. ഇതെല്ലാം കേട്ടുകൊണ്ട് ആകെപ്പാടെ വല്ലാത്ത മാനസിക ഭ്രാന്തിയിലിരിക്കുകയാണ് വൈജ. ശിവേട്ടാ, ഗംഗേട്ടാ, എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു. എല്ലാം കൂടെ കേട്ടിട്ട് സത്യമാണോ അതോ മിഥ്യയാണോ, ഞാൻ സ്വപ്നം കാണുകയാണോ എന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതെല്ലാം കേൾക്കുമ്പോൾ എൻ്റെ തല പൊളന്നു പോവാ. എൻ്റെ മോള് ഇത്രയും കാലം ഞാൻ അറിയാതെ എന്നെ സ്നേഹിച്ചു. ഇങ്ങനെ ഒരാൾ ഉണ്ടെന്ന് പോലും ഞാൻ അറിഞ്ഞില്ലല്ലോ ഗംഗേട്ടാ. എൻ്റെ മാറിലെ ചുടുപറ്റി അവൾ ഉറങ്ങിയില്ലല്ലോ. എൻ്റെ താരാട്ട് കേട്ട് എൻ്റെ മോൾ ഉറങ്ങിയില്ലല്ലോ. എൻ്റെ മോള് മരിച്ചുവെന്നും എന്നെ സ്നേഹിച്ചാളെന്നെ കൈവിട്ടുവെന്നും ചതച്ചു എന്നൊക്കെ അറിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെയായി പോയത്. അതിനുശേഷമാണല്ലോ ഞാൻ ഇതുപോലെ ദേഷ്യവും വാശിയും വൈരാഗ്യം എല്ലാം കാണിച്ചു തുടങ്ങിയത്.
അന്നത്തെ ആ ഒരു ഡിപ്രഷന് ശേഷമാണ് ഞാൻ ഇങ്ങനെ ആയിപ്പോയത്. എൻ്റെ മകള് അവളെ ഒന്ന് കണ്ടാൽ മതി, എനിക്കൊന്ന് ഫോൺ വിളിക്കണം, അല്ലെങ്കിൽ ഒന്ന് കാണണം, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് നേരിട്ടേലും എനിക്ക് കാണണമെന്ന് പറയുമ്പോൾ നീ എന്തൊക്കെയാ പറഞ്ഞത്? അവളിപ്പോൾ ഉള്ളത് സ്റ്റാൻലിയുടെ വീട്ടിലാ. അങ്ങോട്ടേക്കാണോ നീ പോകാൻ പോണത്? അതങ്ങനെ ബാലിനറിഞ്ഞുള്ള അവസ്ഥ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതുകൊണ്ട് തൽക്കാലം അതൊന്നും വേണ്ട. നീ പതിയെ ഞങ്ങൾ പറഞ്ഞതുപോലെ നിന്റെ മക്കളെ, വീടും ഭർത്താവിനെയും എല്ലാം സ്നേഹിച്ചു തുടങ്ങ്. അവർ തന്നെ നിനക്കതിനുള്ള വഴി കാണിക്കും എന്ന് പറയാൻ കേട്ടോ. ഞങ്ങളെന്തായാലും ഇപ്പം പോവാം. സത്യങ്ങളെല്ലാം നിന്നോട് പറഞ്ഞുകൊണ്ടേ ഞങ്ങൾക്ക് വലിയൊരു ഭാരം ഒഴിഞ്ഞു. മനസ്സിന് എന്തോ ഒരു കല്ലിളക്കി വെച്ചതുപോലെ ഞങ്ങളുടെ മനസ്സിലിപ്പോൾ തോന്നുന്നത്. എന്തായാലും ഞങ്ങൾ പറഞ്ഞതുപോലെ നീ ഒന്ന് ഇനിയെങ്കിലും ശ്രദ്ധിക്കാൻ നോക്ക്. അങ്ങനെയാണെങ്കിൽ നിന്റെ മകളെ നിനക്ക് കാണാം എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇതേ സമയത്ത് വൈജ നേരെ അലീനയുടെ മുറിയിലേക്ക് ചെല്ലുന്നുണ്ട്. അവിടെ ചെന്നപ്പോൾ അവളുടെ അലമാര തുറക്കുമ്പോൾ അതിൽ നിന്നും അലീനയുടെ പഴയൊരു ഫോട്ടോ കിട്ടാൻ കേട്ടോ. ആ ഫോട്ടോ അവളുടെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് വൈജ പൊട്ടിക്കരയുന്നുണ്ട്. എൻ്റെ പൊന്നു മോളെ എന്ന് വിളിച്ചുകൊണ്ട് വൈജ പൊട്ടിക്കരയാണ്. എൻ്റെ മോളെ, ഇത്രയും കാലം നീ എവിടെ ആയിരുന്നു? നിന്നെ ഈ അമ്മ ഒരുപാട് മിസ് ചെയ്തു. നീ മരിച്ചു പോയെന്നാ എല്ലാവരും പറഞ്ഞത്. നിനക്ക് പാൽ കൊടുക്കാത്ത സങ്കടം എൻ്റെ ഉള്ളിൽ ഒരുപാടുണ്ടായിരുന്നു. ഓരോ ദിവസവും നെഞ്ച് വിങ്ങായിരുന്നു എൻ്റെ മകൾക്ക് പാല് തരാനായിട്ട്. അതുപോലെ ചേർത്ത് കിടത്തി ഉറക്കാൻ, നിന്നെ കൊഞ്ചിക്കാൻ, ലാളിക്കാനൊക്കെ അമ്മ ഒരുപാട് ആഗ്രഹിച്ചു. അമ്മ നിന്നെ ഇല്ലാത്തതുകൊണ്ട് ഭ്രാന്തി പിടിച്ച അവസ്ഥയിലായിരുന്നു. ഇപ്പോൾ നീ വന്നപ്പോഴെങ്കിലും എന്നോടൊന്ന് പറഞ്ഞില്ലായിരുന്നോ ഞാൻ അമ്മയുടെ മകളാണെന്ന്? ഞാൻ ചേർത്ത് പിടിക്കില്ലായിരുന്നു എൻ്റെ മോളെ. എൻ്റെ ലൈഫൊക്കെ അത് കഴിഞ്ഞിട്ട് മതി എനിക്ക്. എൻ്റെ മോളെ എനിക്ക് വലുത് എന്നും പറഞ്ഞുകൊണ്ട് ആ ഫോട്ടോ കെട്ടിപ്പിടിച്ച് വൈജ കരയുന്നു കേട്ടോ. അങ്ങനെ ഫോട്ടോ എടുത്ത് അവൾ അവളുടെ മുറിയിൽ കൊണ്ട് വെക്കുകയാണ്. ആരും കാണാതെ അവളുടെ തലവാടിൻ്റെ അടിയിൽ കൊണ്ട് വെക്കുന്നുണ്ട്. അങ്ങനെ കിടന്നതിന് ശേഷം ആ ഫോട്ടോ കെട്ടിപ്പിടിച്ചാണ് കേട്ടോ വൈജ കിടന്ന് ഉറങ്ങുന്നത്. അങ്ങനെ ഗംഗേട്ടനും ശിവേട്ടനും സത്യങ്ങളെല്ലാം അലീനയോട് തുറന്ന് പറയാണ്. വൈജയോട് തുറന്ന് പറയാണ്. അലീന തൻ്റെ സ്വന്തം മകളാണെന്നും സ്റ്റാൻലി തന്നെ ചതിച്ചതല്ലെന്നും ചതിച്ചത് അച്ഛനും സ്റ്റാൻലിയുടെ അച്ഛനുമാണെന്നും അവൾ മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും രണ്ടുപേർക്കും രണ്ട് ജീവിതമായി, രണ്ട് കുടുംബമായി. ഇനി അതിനെക്കുറിച്ചൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല. പക്ഷേ തനിക്ക് ജനിച്ച തൻ്റെ മകൾ ഒരു സ്ഥലവും കിട്ടാതെ അതിലേയും ഓടിപ്പാഞ്ഞ് നടക്കുക. ഇനി ഒരിക്കലും അവൾക്ക് അങ്ങനെ ഒരു വിധി ഉണ്ടാവാൻ പാടില്ല. എൻ്റെ മകള് എൻ്റെ കൂടെ തന്നെ വേണം, എപ്പോഴും എന്നെ ചേർന്ന് തന്നെ ഇരിക്കണം. അവളുടെ വിവാഹം, അവളുടെ ഇനിയുള്ള കാര്യങ്ങൾ എല്ലാം എനിക്ക് നോക്കി നടത്തണം. അവൾ ആഗ്രഹിക്കുന്ന ആളെ തന്നെ അവൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കണം. അങ്ങനെ 100,000 ചിന്തകൾ വൈജയുടെ മനസ്സിലൂടെ പോവാണ് കേട്ടോ. വൈജ അവളിപ്പോൾ ഒരുപാട് സ്നേഹിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. സ്വന്തം മോളാണ്, സ്വന്തം ചോരയാണെന്ന് മനസ്സിലാക്കിയല്ലോ. അതുകൊണ്ട് ഇതുപോലെ വരണമെന്ന സ്റ്റോറീസൊക്കെ നമ്മുടെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. മിസ്സാതിരിക്കാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.